പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചായ കുടിച്ചുവെന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളുകയാണ് മന്ത്രി എം ബി രാജേഷ്. ഈ വിഷയം സഭയിൽ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിനെ പ്രതിരോധിക്കാനാണ് മന്ത്രി രാജേഷ് ശ്രമിച്ചത്. എന്നാൽ തൊട്ടുപിന്നാലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എണീറ്റതോടെ ഭരണപക്ഷത്തിന്റെ ഒന്നാകെ വായടഞ്ഞു. കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറുമായി ചായ കുടിക്കുന്ന ഫോട്ടോ മന്ത്രി എം ബി രാജേഷ് പങ്കുവച്ചിരുന്നു. ഇത് തുറുപ്പുചീട്ടാക്കിയാണ് സതീശൻ ആഞ്ഞടിച്ചത്. ഡൽഹിയിൽ വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്ത നേതാവാണ് അനുരാഗ് ഠാക്കൂർ. അതേ ഠാക്കൂറുമായി കെട്ടിപ്പിടിച്ചാണ് രാജേഷ് ഫോട്ടോ എടുത്തത്. എന്നിട്ട് മന്ത്രി പ്രിയങ്ക ഗാന്ധിയെ കുറ്റം പറയുകയാണെന്നും സതീശൻ പറഞ്ഞു. സാധാരണഗതിയിൽ ഇടയ്ക്ക് കയറി ബഹളമുണ്ടാക്കാറുള്ള CPMന്റെ സ്ഥിരം അലമ്പ് യൂണിവേഴ്സിറ്റി MLA പോലും പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടയിൽ കയറി ഈ വാദഗതികളെ തള്ളിയില്ല എന്നാണ് ശ്രദ്ധേയം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി പ്രിയങ്ക ഗാന്ധിയെ പോലെ കോൺഗ്രസിന്റെ സമുന്നത നേതാവായ വ്യക്തി സംസാരിക്കുന്നതിനെ തെറ്റായ വഴിയിലൂടെ മന്ത്രി വ്യാഖ്യാനിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു. മന്ത്രി P. രാജീവ് അടക്കമുള്ള നേതാക്കന്മാരും ഈ സമയം സഭയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഒരക്ഷരം ഉരിയാടിയില്ല. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ചോദ്യോത്തരവേള ആരംഭിക്കുകയാണ്. ചോദ്യം നമ്പർ 120. സാർ, അങ്ങേക്കറിയാം, ഞങ്ങൾ ശബരിമല വിഷയവുമായി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സമരത്തിലാണ്. സാർ, ഞങ്ങൾ ആ സമരം തുടരുകയാണ്. ഇന്നലെ സഭയിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വാസ്തവ വിരുദ്ധമായൊരു പ്രസ്താവന നടത്തി. ഞങ്ങൾ വാച്ച് ആൻഡ് വാർഡിനെ വടികൊണ്ട് അടിച്ചു എന്നുള്ള തെറ്റായൊരു പ്രസ്താവന നടത്തി. അദ്ദേഹം അത് പിൻവലിക്കണം. 1. 2, ഇവിടെ കോപ്രായമാണ് നടത്തിയെന്ന് പറഞ്ഞു. സാർ, ഇവിടെ കോപ്രായം നടത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. കോപ്രായം നടത്തിയ ആളുകളൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ ആരും ഒരു കോപ്രായവും നടത്തിയിട്ടില്ല. നിയമസഭയിൽ പ്രതിഷേധിച്ചു. ബാനർ പിടിക്കുന്നത് ആദ്യമായിട്ടല്ല. അങ്ങ് തന്നെ പറഞ്ഞല്ലോ, ഒരു സ്പീക്കറുടെ ചേംബറിൽ പോയി ചർച്ച നടത്തേണ്ട അത്ര ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടായിട്ടില്ല, ഒരു വിഷയം ഉണ്ടായിട്ടില്ല, അതിനത്ര പ്രാധാന്യമുള്ള ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് അങ്ങ് തന്നെ പറഞ്ഞു. കാരണം അത്രയും ഒരു വയലന്റ് ആയോ എന്തെങ്കിലും ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലോ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സമീപനം ഉണ്ടായില്ല. പ്രതിഷേധം ഉണ്ടായി. സഭാ നടപടികൾ സ്തംഭിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തി. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. സഭാ നടപടികളുമായി ഞങ്ങൾ സഹകരിക്കുന്നില്ല. അതിനൊരു തെറ്റായ പ്രചരണം നടത്തുന്നത്, പിന്നെ ചോദ്യോത്തരത്തിന്റെ പേരിൽ മൈക്ക് കിട്ടുമ്പോൾ മന്ത്രിമാർ സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ആക്ഷേപിക്കുന്നത്, സാർ, അതെല്ലാം ഇവിടുത്തെ രേഖയിൽ കിടക്കുകയാണ്. നിയമസഭയിൽ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രിയപ്പെട്ട നേതാക്കളാണ്. ഒരാൾ ഇവിടെ നിന്നുള്ള MP ആണ്, കേരളത്തിൽ നിന്നുള്ള. അവരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരം മന്ത്രിമാർ തന്നെ മൈക്ക് കിട്ടുമ്പോൾ നടത്തിയാണ്. സാർ, ഈ പരിപാടിയായിട്ട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. ഞങ്ങൾ പൂർണ്ണമായി അതുമായിട്ട് നിസ്സഹകരിക്കും. അങ്ങ് ഒരിക്കൽ കൂടി ചെയർ റിക്വസ്റ്റ് ചെയ്യുന്നത്, ഹൗസ് ഡിസ്ട്രപ്റ്റ് ചെയ്യരുത്. ഡിബേറ്റിന്റെ വേദിയാണ് ഹൗസ്, അതിനുള്ള വേദി ഒരുക്കണം എന്നാണ് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അങ്ങ് പറഞ്ഞാൽ പേര് പറയാം. അത് പേര് പറഞ്ഞാൽ അംഗത്തിനൂടി മോശമാവുന്നുള്ളതുകൊണ്ടാണ് ചെയർ പരാമർശിക്കാത്തത്. ഇന്നലെ ആ ബാനർ കെട്ടിയ ആ കമ്പ് കൊണ്ട് തല്ലിയിട്ടുണ്ട്. ഞാൻ ആളെ പേര് പറയുന്നില്ല. ആള് പേര് പറഞ്ഞാൽ അത് ആ ബഹുമാനപ്പെട്ട അംഗത്തിന് ക്ഷീണമാവും. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. എന്നെ കൊണ്ട് ഇനി പറഞ്ഞേ അടിയിക്കുന്നുള്ള വാശിയിട്ട് ഞാൻ പറയാൻ നിർബന്ധിതമാണ്. സാർ, അങ്ങ് വിലക്കിയിട്ടും അങ്ങ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും വാച്ച് ആൻഡ് വാർഡ് അത് ചെയ്തു. അങ്ങ് വിലക്കുന്നത് പരസ്യമായിട്ട് അങ്ങ് അവരെ വിലക്കി ചെയ്യരുതെന്ന് പറഞ്ഞു. ചെയർ പറയുന്നതനുസരിച്ച് പെരുമാറിയിട്ടുണ്ട്. അത് കൂടുതൽ ബഹുമാനപ്പെട്ട പല അംഗങ്ങളും അവരുടെ മേക്കിട്ട് കയറി സംഘർഷത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് വിഡ്രോ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ വിഡ്രോ ചെയ്യാൻ പറഞ്ഞത്, അല്ലാതെ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും അതിനർത്ഥം വാച്ച് ആൻഡ് വാർഡ് ഒരു പ്രകോപനം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വാച്ച് ആൻഡ് വാർഡിനെ ഡെലിബറേറ്റ് ആയി പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ചെയർ ഇടപെട്ടിട്ടുണ്ട്. ബോധപൂർവം ചെയറിന് വാച്ച് ആൻഡ് വാർഡിനെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ചെയർ ഇടപെട്ടിട്ടുണ്ട്. സർ, അങ്ങനെ പറഞ്ഞു ചെയറിനെ അന്ധന